പത്തനംതിട്ടയുടെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയും ദേവയാനിയും ചേർന്ന് നമ്മുടെ അഭിയേയും കൊണ്ടും അതുപോലെ ജലജയും കൊണ്ടും ഓരോ ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നവ്യയുടെ എല്ലാ കാര്യവും തുറന്ന് പറയും. ഇനി നവ്യയുടെ ജീവിതം തകർന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം നിങ്ങളെ ഒതുക്കാതിരുന്നാൽ അത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ജോലി വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ചെയ്തോളാം, പക്ഷെ നവ്യ ഒരിക്കലും ഇതറിയരുത്, അവനൊരു തെറ്റ് പറ്റിപ്പോയി. പക്ഷേ അവൾ ഒരിക്കലും അറിയരുത് എൻ്റെ മകൻ്റെ ജീവിതമാണ് തകരാറാവുന്നത്. ഇനി എന്തായാലും അവൻ അത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് ഒരിക്കലും പോവില്ല, അതുകൊണ്ട് അവളോട് ഒരിക്കലും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നല്ല, പിന്നെ ചേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. പക്ഷേ ഇത്തരം ഒരു ഫ്രോഡിൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് വിവാഹബന്ധം വേർപ്പെടുത്തുന്നതാണ്. ചേച്ചി എല്ലാ സത്യങ്ങളും അറിയുന്നതാണ് നല്ലത് എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, നീ അങ്ങനെ പറയരുത്, എന്തൊക്കെയായാലും നിൻ്റെ ചേച്ചിയുടെ ജീവിതമല്ലേ, അവൾ എൻ്റെ മകനെ ഇല്ലാണ്ടാക്കുകയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ അവൾ സ്വയം ആത്മഹത്യ ചെയ്യും, ഏതെങ്കിലും ഒന്ന് നടക്കും. അപ്പോൾ നീ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുതേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ തൽക്കാലം ആരോടും പറയാനൊന്നും പോകുന്നില്ല, പക്ഷേ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. ഇനി ഞങ്ങളുടെ അടിമയാണ് നിങ്ങൾ. ഇത്രയും കാലം നിങ്ങളെ ഞങ്ങൾ വെറുതെ വിട്ടില്ലേ, പക്ഷേ വെറുതെ വിടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അഹങ്കാരം കൂടുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ വെച്ചേക്കില്ല നിങ്ങളെ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയ്ക്ക് ഇവർ നമ്മുടെ നയനയും ദേവയാനിയും പറയുന്നതൊക്കെ അനുസരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നവ്യയ്ക്കൊരു സംശയം വരികയാണ്. അങ്ങനെ അഭിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ അവർ പറയുന്നത് കേട്ടിട്ട് നിൽക്കുന്നത്? നീ പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ, അവർക്കൊക്കെ ചുട്ട മറുപടി കൊടുക്കാറുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ ഈ ഒതുങ്ങൽ കാണുമ്പോഴാണ് നിന്നോട് ഞാൻ അന്ന് ചോദിച്ച പോലെ ചോദ്യം ചോദിക്കാനുള്ളത്. ചന്തുമോള് നിൻ്റെ കുഞ്ഞാണോ? നീ അതുകൊണ്ടാണോ നീ ഇതൊക്കെ അനുസരിച്ച് നിൽക്കുന്നത്? നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ അബി? അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നീയാണോ ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിൽ ആകെ പകച്ച് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ചെറിയൊരു സംശയം നവ്യയുടെ ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ മൂർച്ഛിക്കാതെ നോക്കണം എന്നൊക്കെ ചിന്ത നമ്മുടെ അബിയുടെ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ല, ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനം ഏറ്റെടുത്തതാണ് എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാണ്? അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളൊരു കൊച്ചുമകനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നാണല്ലോ പറഞ്ഞത്. അനിക്ക് നേരെ ഇതുവരെ സംശയങ്ങൾ ആരും പോയിട്ടില്ല. പിന്നെ അനിയാണെങ്കിൽ അത്തരത്തിൽ ചെയ്യും എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല, കാരണം അവൾ എന്തായാലും നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് പിന്നീടുള്ള സംശയം നിന്നിലേക്കാണ് വരുന്നത്. നീ എന്താ എന്നെ ചതിക്കുകയാണോ? അങ്ങനെ എന്തെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം, കാരണം അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാനൊന്നും ഞാൻ താല്പര്യം കാണിക്കില്ല. നയന വലിയ മനസ്സിൻ്റെ ഉടമയായിരിക്കും, പക്ഷേ എന്നെ അതിന് കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആകെ ഷോക്കായിട്ട് ഇതൊക്കെ കേട്ടപ്പോൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അബി. അപ്പോൾ പറയുന്നുണ്ട്, നവ്യ നീ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നോ? നീ അല്ലാതെ വേറൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലില്ല. പിന്നെ പണ്ട് പെൺകുട്ടികളോടൊക്കെ എനിക്ക് അടുപ്പം തോന്നിയത്, പക്ഷെ നിന്നെ കല്യാണം കഴിച്ച ശേഷം ഞാൻ നല്ല നീറ്റായിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ് അബി.